ഹായ്, ഇത് നമ്മുടെ കൂടെയുള്ള ജിസ്യൂത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. യെസ്, ഡോക്ടർ മിഥുൻ പോൾ. നമ്മുടെ ജിസ്യൂത്തിൻ്റെ ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ ആണ്. കഴിഞ്ഞ 2 ടേമായിട്ട് ചേട്ടൻ തന്നെയായിരുന്നു നമ്മുടെ ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ. ചേട്ടാ, നമ്മളിപ്പോൾ ജാഗോ കോൺഫറൻസ് 2023 നടന്നു. ഇപ്പോൾ 23 ഇറ്റ്സ് ഫോക്കസ് ഓൺ യൂത്ത്, ജീസസ് യൂത്തിലുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ഈ പ്രാവശ്യമാണെങ്കിൽ ഓൾ ക്രിസ്ത്യൻ യൂത്തിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഈ ഒരു പ്രോഗ്രാമിന്. ഈ ഒരു പ്രോഗ്രാം കൂടെ നമ്മുടെ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിന് എന്താണ് ഒരു ഗുണം? എന്താണ് ആ ഒരു മൂവ്മെൻറ്റിലേക്കുള്ള ഒരു ബെനിഫിറ്റ്? അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 23 നമ്മൾ കോൺഫറൻസ് നടക്കുമ്പോൾ, ജാഗോ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് അതൊരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിലാണല്ലോ അല്ലേ. നമുക്ക് കുറേ വർഷത്തിന് ശേഷം പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു കോൺഫറൻസ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ ആളുകളെയും ഒന്ന് ഉണർത്താൻ, ജിസ്യൂത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ, പ്രീസ്റ്റ്, റിലീജിയസ്, നമ്മുടെ കുടുംബങ്ങൾ, ചെറുപ്പക്കാർ, ടീനേജേഴ്സ്, ഞാൻ വിചാരിക്കുന്നത് അതൊരു ഫാമിലി സാധനമായിരുന്നു. നമുക്ക് തിരിച്ച് നമുക്ക് നമ്മുടെ ഒരു എനർജി വീണ്ടും റീഗെയിൻ ചെയ്ത് നമ്മുടെ മിഷനിലോട്ട് കുറച്ചും കൂടെ ഉണർവോടുകൂടി പോകാൻ ആ കോൺഫറൻസ് ഒരുപാട് മൂവ്മെൻറ്റിനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഈ 23 ജാഗോ കോൺഫറൻസ് ജീസസ് യൂത്തിന് ഉണ്ടാക്കിയ ഉണർവിനേക്കാളും ഞാൻ വിചാരിക്കുന്നത് സമൂഹത്തിലും സഭയിലും ഉണ്ടാക്കിയൊരു ഉണർവാണ്, അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ചാണ്. ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒക്കേഷൻസാണ്, ദൈവവിളികൾ. ആ കോൺഫറൻസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഓർക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മുടെ ലാസ്റ്റ് ഡേ, ഈ അവസാനത്തെ ദിവസത്തെ കോൺഫറൻസിൻ്റെ അഡോറേഷൻ സമയത്ത് നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒക്കേഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരോട് മുമ്പോട്ട് കയറി വരാൻ പറഞ്ഞ സമയത്ത് ശരിക്കും അതൊരു നമ്മുടെ ഒരു രോമാഞ്ചം, ഒരു ഞാൻ ജീസസ് യൂത്ത് നമുക്ക് ഒരു പ്രൗഡാവുന്ന ഒരു നിമിഷമായിരുന്നു. ഏകദേശം ഒരു 1500-2000-ഓളം ചെറുപ്പക്കാർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ, യുവതികളും എല്ലാവരും, റിലീജിയസ് ലൈഫിലുള്ള ആളുകളും. അവിടെ മാത്രം തീരുന്നതല്ല, കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് സെമിനാരിൽ പോയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്, മൂവ്മെൻറ്റിനകത്തുനിന്ന് സെമിനാരിയിലോ അല്ലെങ്കിൽ റിലീജിയസ് ലൈഫോ എടുത്ത ആളുകളുടെ എണ്ണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ഹൈയാണ്. നമ്മൾ തന്നെ നമ്മുടെ വാട്സപ്പുകളിലും ഫേസ്ബുക്കിലും എന്തോരം സ്റ്റോറീസാണ് കാണുന്നത്. ഒരു രൂപതയിൽ നിന്ന് തന്നെ 15 പേർക്ക് ഒരു വർഷം സെമിനാരിൽ ചേരാൻ മൂവ്മെൻറ്റിൽ നിന്ന് തന്നെ പോകുന്നു. അതും ചെറിയ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ജോയിനിങ് അല്ല, ജോലി രാജിവെച്ച് അല്ലെങ്കിൽ കരിയറിൻ്റെ നല്ല പീക്ക് നിൽക്കുന്ന സമയത്ത് ദൈവം തിരിച്ചറിഞ്ഞ് പോകുന്ന മനുഷ്യർ. ഞാൻ വിചാരിക്കുന്നു 23 ജാഗോ ജീസസിനുണ്ടാക്കിയതിനേക്കാളും കൂടുതൽ അതൊരു റീഅവൈക്കനിങ് ആണ് എൻ്റെ സഭയ്ക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും 2025 ജാഗോ എന്ന് പറയുമ്പോഴത്തേക്കും ഇദ്ദേഹം പറഞ്ഞതുപോലെ അത് ജീസസ് കോൺഫറൻസ് അല്ല, അതൊരു കാത്തലിക് യൂത്ത് കോൺഫറൻസ് ആണ്. യൂത്ത് കോൺഫറൻസ് ഓർഗനൈസ്ഡ് ബൈ ജീസസ് യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, എല്ലാവരും വരുന്ന. നമ്മുടെ ഒരു സ്വപ്നവും പ്രാർത്ഥനയും എന്താ? ഇവിടെ വരുന്ന എല്ലാ മനുഷ്യരും കർത്താവിനെ അറിയണം. ഈ ഒരു പല പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പറയുന്ന സമയത്തും കാത്തലിക് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനുഷ്യർക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും മനസ്സിലാവണം. അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ കോൺഫറൻസിന് അതുകൊണ്ടാണ് ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം നമ്മൾ ഇത്ര കളർഫുള്ളായിട്ട് ചെയ്യുന്നത്. എവിടെ പോയാലും എന്ത് ചെയ്താലും അവർക്ക് ഫൈനലി ഒരു പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഉള്ളിൽ അവർക്കൊരു ദൈവാനുഭവം ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. ഞാൻ വിചാരിക്കുന്നു ഈ കോൺഫറൻസ് കഴിയുമ്പോഴത്തേക്കും ഇതൊരു ബെഞ്ച് മാർക്കാകും. ഒരു കാത്തലിക് ഒരു ഫെയ്ത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ ഒരു വിശ്വാസം യൂത്ത് വന്ന് സെലിബ്രേറ്റ് ചെയ്യും. നമുക്ക് അടുത്ത ജാഗോ എപ്പോഴാണെന്നൊന്നും ഇത്, കാരണം ഇത്രയും വലിയ കോൺഫറൻസ് നടത്താമെന്ന് പറയുന്ന അതിന് ലോജിസ്റ്റിക്കലി എളുപ്പമുള്ള കാര്യങ്ങളല്ല. പക്ഷേ അത് എന്താണെങ്കിലും 1 വർഷം കഴിഞ്ഞാണെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ 3 വർഷമാണ്, വർഷത്തേക്കാൾ കൂടുതൽ ഇതൊരു ആളുകൾ യൂത്ത് വന്ന് അവരെ ഫെയ്ത്ത് സെലിബ്രേറ്റ് ചെയ്ത് തിരിച്ച് ദൈവാനുഭവത്തോടെ പോകുന്ന ഒരു നല്ല അനുഭവമാവണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. യെസ് ചേട്ടാ, ശരിക്കും ജാഗോ ഒരു അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഒത്തിരി യൂത്തുകൾ അതിലൂടെ ചേട്ടൻ പറഞ്ഞ പോലെ സെമിനാരിയിലേക്കും മഠത്തിലേക്കും അങ്ങനെ കുറേ ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മളും അത് കുറേ അറിഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ചേട്ടാ, നമ്മുടെ ഇന്ത്യയിൽ ജാഗോ കോൺഫറൻസ് ആണ്. അപ്പോൾ ബാക്കി കൺട്രീസിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു പ്രോഗ്രാം എന്തായിട്ടാണ് അവിടെ ബാക്കി കൺട്രീസിലൊക്കെ നടക്കുന്നത്? ജീസസ് ഇന്ത്യയിലാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. തുടങ്ങി പതുക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് വന്നു. ഇന്ന് ഏകദേശം 40-ലധികം രാജ്യങ്ങളിൽ ജീസസ് സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജാഗോ പോലത്തെ പ്ലാറ്റ്ഫോമിനേക്കാൾ കൂടുതൽ ഓരോ കൺട്രിയിലും, ഇപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷനോ നീഡുകളോ അല്ലല്ലോ, ഓരോ കൺട്രിയിലും പക്ഷേ യൂത്തിനും ഫാമിലീസിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു മെയിൻ ഫോക്കസ് ആയിട്ടുള്ള ഇങ്ങനത്തെ പ്രോഗ്രാമുകൾക്കൊക്കെ പറ്റുന്ന പല പ്ലാറ്റ്ഫോമുകൾ പല കൺട്രികളിലും നടക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും റീസെൻ്റായിട്ട് നടന്നൊരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ് UAE, നമുക്കെല്ലാവർക്കും അറിയാവുന്ന
UAE. അപ്പം അവിടെ 2 മാസം മുമ്പ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, നമ്മുടെ ഇവിടെ ക്യാമ്പസ് മിനിസ്ട്രി എന്നൊക്കെ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ജീസസ് യൂത്ത് അവിടുത്തെ വികാരിയേറ്റിനോട് കൂടി, നമ്മുടെ ഡയസസ് എന്ന് പറയുന്നത് വികാരിയേറ്റിലാണ്, വികാരിയേറ്റിനോട് ചേർന്ന് ഒരു വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായി. സ്കെയിലിനേക്കാൾ കൂടുതൽ അത് ക്രിയേറ്റ് ചെയ്ത ഒരു പൾസ് ഭയങ്കര വലുതായിരുന്നു. നമുക്കറിയാം UAE എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സിറ്റി ആണല്ലോ. ഒരുപാട് രാജ്യത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. ആ ഒരൊറ്റ ഈ കോൺഫറൻസ്, യൂണിവേഴ്സിറ്റി കോൺഫറൻസിന് മാത്രം 25ലധികം രാജ്യത്തിലുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസ്, ഞാൻ പറയുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. അപ്പോൾ ഉറപ്പായിട്ടും അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ തിരിച്ച് അവരുടെ ഓൺ രാജ്യത്തോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള പല പ്ലാറ്റ്ഫോമുകൾ പല കൺട്രിയിലുണ്ട്. ഓസ്ട്രേലിയയിൽ ഈ അടുത്ത് യെസ്ലോഡ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. പല കൺട്രിയിലും, ഇപ്പോൾ UK പല കൺട്രീസും നടക്കുന്നു. അടുത്ത വർഷങ്ങളിൽ ജീസൂത്തിൽ പല കൺട്രീസും അവർ ജൂബിലി ആഘോഷത്തിലോട്ടൊക്കെ വരിക. ജീസൂത്ത് USA ജൂബിലി ഉണ്ട്, UK ജൂബിലി ഉണ്ട്, ജർമ്മനി ഒരു ഗ്യാതറിങ്, ജൂബിലി ഗ്യാതറിംഗ് ഉണ്ട്, സിംഗപ്പൂരുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്. പല തരത്തിലുള്ള ഗ്യാതറിങ്ങുകളും കോൺഫറൻസുകളും. അതേപോലെ നമ്മുടെ മിഷൻ കൺട്രീസിലും. അപ്പം ആഫ്രിക്ക നമ്മുടെ വലിയൊരു മിഷൻ പ്ലേസ് ആണ്. നമ്മൾ യുഗാണ്ടയിൽ സ്റ്റാർട്ട് ചെയ്തത് പല രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ഈ വർഷം നമുക്ക് അവിടെ ഫുൾ ടൈംഷിപ്പ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ റീച്ച് ചെയ്യുന്ന പല ഡയസസുകളിലെയും രാജ്യങ്ങളിലെയും ആളുകളെ അടുത്ത വർഷങ്ങൾ നമ്മൾ ആഫ്രിക്കയിലെ ഗ്യാതറിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളും നടക്കുന്നു. ഇതിനേക്കാളൊക്കെ ഇൻ്റർനാഷണലി ശരിക്കും ഇത് നമ്മുടെ ഒരു 40th ഇയർ ആയിരുന്നു. അതായത് 1985 മൂവ്മെൻറ്റിൻ്റെ തുടക്കം. അപ്പോൾ റൂബി ജൂബിലിയാണ്. അപ്പോൾ പക്ഷേ ചർച്ചിൻ്റെ ജൂബിലി ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഗ്യാതറിങ് വേണ്ട എന്ന് നമുക്ക് ചിന്തയുണ്ടായിരുന്നു. പിന്നെ 2016 ജീസസിന് പൊന്തിഫിക്കൽ അപ്രൂവൽ ലഭിച്ചത്. അപ്പോൾ അടുത്ത വർഷം അതിൻ്റെ കൊണ്ട് 10ാമത്തെ ഒരു 10th ഇയറാണ്. അപ്പോൾ ഒരു താങ്ക്സ് ഗിവിങ്, ഒരു സഭയുടെ ഹൃദയത്തിൽ റോമിൽ വെച്ചിട്ട് ജീസസ് ഇൻ്റർനാഷണൽ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഒരു 800ഓളം പേര് ഇൻവൈറ്റഡ് ആൾക്കാർ വരുന്ന ഒരു കോൺഫറൻസ് ഒക്ടോബറിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിൽ നടക്കുന്ന പല ഗ്യാതറിങ്ങുകളും ആക്ടിവിറ്റീസും ഒക്കെ. ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമുക്കും ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. നമ്മൾ ജീസസ് യൂത്ത് ഇങ്ങനെ പല കൺട്രീസിൽ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആൾക്കാർ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. പിന്നെ ചേട്ടൻ ഇപ്പോൾ ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ ആണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ടേമിലും ചേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ ചേട്ടന് ജീസസ് യൂത്തിനെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവല്ലോ, അതൊന്ന് ഷെയർ ചെയ്യാം ഞങ്ങളോട്. എൻ്റെ ഫസ്റ്റ് ടൈം കഴിഞ്ഞ 2ാമത് ഞാൻ ഇപ്പോൾ തുടങ്ങി. കഴിഞ്ഞ നവംബറിലായിരുന്നു ഇൻ്റർനാഷണൽ അസംബ്ലി. ആ സമയത്താണ് പുതിയ കൗൺസിൽ വരികയും ഞാൻ റീഇലക്ട് ചെയ്യപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ മൂവ്മെൻറ്റ് നടന്നൊരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവായിരുന്നു ലിസണിങ് ടു ദ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം സഭയിലെ ഒരു സിനഡൽ പ്രോസസ്സ് നടന്നിരുന്ന സമയമാണ്. അപ്പോൾ നമുക്കൊരു ചിന്തയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒരു 40ാമത്തെ വർഷത്തിലോട്ട് കിടക്കുന്നു. ഗോൾഡൻ ജൂബിലിക്ക് വേണ്ടി അടുത്ത 10 വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാത്തലിക് ചർച്ച് മുഴുവൻ 2033 ഗ്രേറ്റ് ജൂബിലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഒരു മൂവ്മെൻറ്റ് 40 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് അല്ലെങ്കിൽ എന്താവണം എന്നൊക്കെ ഏകദേശം ഡിഫൈൻ ചെയ്യപ്പെട്ട സമയമാണ്. അപ്പം ആ സമയത്താണ് നമുക്ക് അങ്ങനെ പ്രിപ്പറേഷൻ സമയത്ത് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ, നമുക്ക് കർത്താവ് ചില സ്പെസിഫിക് ക്യാരിസംസ് ഉണ്ട്, DNA ഉണ്ട്, ജീസസ് യുണീക്ക് ആക്കുന്ന കാര്യങ്ങളുണ്ട്. അത് 40 അല്ല 50 അല്ല 100 ആയാലും 150 ആയാലും അത് കണ്ടിന്യൂ ചെയ്യപ്പെടണം. അതിന് ഫോംസ് വാരി ചെയ്യും, പക്ഷെ ബേസ് എപ്പോഴും സെയിം ആവണം. ഫൗണ്ടേഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നമ്മൾ മൂവ്മെൻറ്റ് നമ്മുടെ ഫൗണ്ടേഷൻസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അത് ഏത് കൺട്രിയിലായാലും ഉറപ്പായിട്ടും കൾച്ചറൽ സാധനങ്ങളുണ്ട്, ലാംഗ്വേജുകളുണ്ട്, പക്ഷേ മൂവ്മെൻ്റ് ഒരു കോർ ഫൗണ്ടേഷൻസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതിനൊപ്പം തന്നെ ഈ പറയുന്ന വർഷങ്ങളോട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഒബ്ജക്റ്റീവിൽ അല്ലെങ്കിൽ ഒരു ഫോക്കസിൽ നമ്മൾ മിഷണറി മൂവ്മെൻറ്റ് സർവീസ് ഓഫ് ചർച്ച് എന്നല്ലേ പറയുന്നത്. നമ്മുടെ മിഷനിൽ നമുക്കൊരു ഡീവിയേഷൻസ് പാടില്ല. അപ്പം അതൊന്നും കൊണ്ട് ഊട്ടി ഉറപ്പിക്കണം. അങ്ങനെയാണ് നമ്മൾ ആ ലിസണിങ് ടു ദ മൂവ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ ചെയ്തത്. ഏകദേശം 8000-ലധികം ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്പിരിച്വൽ കോൺവെർസേഷനിൽ പങ്കെടുത്തു. അതിന് കൺസൾട്ടേഷൻ ഗ്യാതറിങ്ങുകൾ കൺട്രീസിൽ നടന്നു. ഇൻ്റർനാഷണൽ ലീഡേഴ്സ് എല്ലാം ഒരുമിച്ച് വന്നു. ഇൻ്റർനാഷണൽ അസംബ്ലിയിൽ ഫർദർ ഡിസ്കഷൻസ് വന്നു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ഡോക്യുമെൻറ്റിലോട്ട് വന്നിട്ടുണ്ട്. അടുത്ത വർഷങ്ങളിലോട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അതിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ സിനഡ് പ്രോസസ്സ് കഴിഞ്ഞ്, സഭയുടെ സിനഡ് പ്രോസസ്സ് കഴിഞ്ഞ് അതിന് പോസ്റ്റ് സിനഡ് ഡോക്യുമെൻ്റ് വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. അതിനകത്ത് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ആ സിനഡിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് ഒരു സിനഡാലിറ്റി മീൻസ് കൺവേർഷൻ എന്നാണ്. ഒരു എന്താ പറയുക, ഒരു ചേഞ്ച് അല്ലെങ്കിൽ കൺവേർഷൻ,
ഒരു പരിവർത്തനം, നല്ല വേർഡ്, പരിവർത്തനം. ഒരു മനസ്സിൻ്റെ ശൈലികളുടെ ഒക്കെ പരിവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞപ്പോഴും നമ്മൾ അങ്ങനത്തെ ഒരു പരിവർത്തനത്തെക്കുറിച്ചാണ്, കൺവേർഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ ആളുകളുടെ അടുത്തു നിന്നൊക്കെ വന്നത്. ഒരു മൂവ്മെൻ്റ് ലൈഫിൽ ചെയ്യേണ്ട ചില കൺവേർഷൻസ് എന്താണ്, ഒരു പ്രോസസ്സുകളിൽ ചെയ്യേണ്ട കൺവേർഷൻസ് എന്താണ്, മൂവ്മെൻ്റ് മിഷനകത്ത് വരേണ്ട കൺവേർഷൻസ് എന്താണ്, എല്ലാം സഹായിക്കുന്ന ഒറ്റ ഒബ്ജക്റ്റീവിനാണ് നമ്മുടെ കോർ ഫൗണ്ടേഷൻസിൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവും. ഒപ്പം നമ്മുടെ മിഷൻസ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നത്തേക്കാൾ കൂടുതൽ ഗ്രാസ് റൂട്ടിൽ നിന്ന് ഒരുപാട് പേര് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒരു വർഷങ്ങളിലെ മൂവ്മെൻറ്റ് ഫോക്കസ് ഉറപ്പായിട്ടും ഇതാണ്. അതിനകത്ത് നാഷണൽ അസംബ്ലിയിലൊക്കെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദ യൂത്ത് ഫോക്കസ്, അല്ലെങ്കിൽ സെൻട്രൽ ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ലവ് ബിയോണ്ട് ബോർഡേഴ്സ്. ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. ഈ നാളുകളിലെ ആത്മാവിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അനുസരിച്ച് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അത് നടക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ഓക്കെ ചേട്ടൻ്റെ വേർഡ്സ്, ചേട്ടൻ പറഞ്ഞ പോലെ ഇനി വരുന്ന എല്ലാ യുവജനങ്ങളും നമ്മളും എല്ലാവരും ആ ഒരു ബേസ്, ആ ഒരു ഈശ്വര സ്നേഹത്തിൻ്റെ ആ ഒരു ജീസുവിൻ്റെ ആ ഒരു ബ്യൂട്ടി, ആ ഒരു ബേസിൽ, ആ ഒരു ഫൗണ്ടേഷൻ, അപ്പോൾ അതിൽ തന്നെ നിലനിന്ന് നമ്മളെല്ലാവരും ഈശ്വര സ്നേഹം കൂടുതൽ അറിയാനും ഒത്തിരി യൂത്ത്സ് ഈശോയിലേക്ക് വരുവാനും നമ്മുടെ മൂവ്മെൻറ്റിലൂടെ ഇടയാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ചേട്ടാ, താങ്ക് യു സോ മച്ച് ഈ ഒരു ടൈം ഞങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക് യു. താങ്ക് യു വെരി മച്ച് ദിസ് ഓപ്പർച്യൂണിറ്റി.